കുറേ നാളുകളായിട്ട് നമുക്ക് 1, 2 കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ നടക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് രാവിലെ ഒന്നും നോക്കിയില്ല. ഇന്നത് ചെയ്തിട്ട് തന്നെ വേറെ കാര്യം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ലാബിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അവരൊരു പാക്കേജിനെ കുറിച്ച് പറഞ്ഞത്. അതായത് നമുക്ക് നമ്മുടെ ലിവറിൻ്റെയും പിന്നെ കിഡ്നിയുടെയൊക്കെ സുഖവിവരങ്ങളും കൂടെ അറിയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു പാക്കേജ് ഉണ്ട്, അതിനകത്ത് എല്ലാം കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. അതായത് ലിവർ ഫംഗ്ഷൻ, കിഡ്നി ഫംഗ്ഷൻ, ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, അങ്ങനെ എന്തൊക്കെയോ വളരെ ചില്ലറ സാധനങ്ങളും കൂടെ അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഒരു പാക്കേജ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അത് നോക്കിയപ്പോൾ അതാണ് ലാഭം. പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ബ്ലഡും കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ വരുന്ന വഴിക്ക് പിന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അതും അടിച്ചിട്ട് അടുത്ത സൂപ്പർ മാർക്കറ്റിലും കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഒരുപാടൊന്നുമില്ല, കുറച്ച്. നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് കുറേ നാളായില്ലേ, അപ്പോൾ ആ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് 1, 2 സാധനങ്ങളും കൂടെ വാങ്ങിക്കാനാണ് കയറിയത്. അന്നേരത്തേക്ക് അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്തൊക്കെയോ ഉപ്പോ പഞ്ചസാരയോ അങ്ങനെ എന്തൊക്കെയോ മേടിക്കാൻ. അങ്ങനെ അതും കൂടെ മേടിച്ചിട്ട് പിന്നെ ഇതാ ബില്ലും അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് പിന്നെ കുഞ്ഞനാണെങ്കിൽ ഇതാ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ. കുഞ്ഞൻ എന്തോ സാധനം വേണമെന്ന് പറഞ്ഞ് കയറിയതാണ് കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതാ ഈ ഒരു സാധനമായിരുന്നു കേട്ടോ വായിലിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും കുഞ്ഞൻ കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൊതി, ഇന്ന് ഒരെണ്ണമെങ്കിൽ താ എന്ന് പറഞ്ഞ് ഞാനും വാങ്ങിച്ച് വായിലിട്ടു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഇതാ ചിക്കൻ കടയിൽ ഇറങ്ങി. അങ്ങനെ അവിടെ നിന്നൊരു ചിക്കൻ കുഞ്ഞൊരു കോഴിയെ മേടിച്ചു കേട്ടോ. അങ്ങനെ അതിനെ ഒരുപാട് പിന്നെ കട്ട് ചെയ്യേണ്ട, കുറച്ച് ഒരു 4 പീസാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ്റെ 6 പീസാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടാകാനല്ലേ മോളെ, അതുകൊണ്ട് ഉള്ളു വേവത്തില്ല, അതുകൊണ്ട് ഞാനൊരു 6 പീസാക്കി തരാമെന്നും പറഞ്ഞ് ആക്കി തന്നേ കേട്ടോ. ഞാൻ പറഞ്ഞ ശരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഋതുവിന് എന്നെ ഒരു മൈൻഡ് ഇല്ലാത്ത പോലെയാണ് ആളുടെ ഇരുത്ത. ഇട്ടിട്ട് പോയില്ലേ പോണ്ട നമ്മളെ ഇട്ടിട്ട് പോയി. പിന്നെ ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ദാ ഋതുവിന് പാലൊക്കെ കൊടുത്ത് അവളെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. എത്ര നേരം കിടക്കുമെന്നും പറയാൻ പറ്റത്തില്ല, കാരണം ആൾ പെട്ടെന്ന് ഉണരും കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഉള്ളൂ ഇത്തിരി ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും ആൾ ഉറങ്ങുന്നത്. ഇല്ലെങ്കിൽ ആളൊരു 10-15 മിനിറ്റൊക്കെ ഉറങ്ങും, പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ മീൻതലയും മീനിൻ്റെ പരിഞ്ഞലും കൂടെ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്താ ഫിഷ് ഫ്രൈയും പിന്നെ കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഒരു പിടി പിടിച്ചു. ഋതു അമ്മച്ചിയുടെ പൊന്നെന്താ ഒങ്ങാത്തെ? എന്താ ഒങ്ങാത്തെ? ഇത് തുള്ളിക്കൊണ്ടിരിക്കുക. ഇരിക്കാൻ വയ്യ, അവിടെ പിള്ളേരുടെ കളിക്കാൻ പോവാനാ, അതിനെ തുള്ളിക്കൊണ്ടിരിക്കുന്നു. ഇറക്കി വിടാനേ പോട്ടെ. ഇപ്പൊ ഈ കരച്ചിലൊക്കെ മാറിയാൽ അങ്ങോട്ട് കൊണ്ടുപോയ അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരുന്നതേ ഉള്ളു. വീട് അമ്മ കൊണ്ടുപോവാ. നിന്റെ കരച്ചില് പോയോടെ? വൈകുന്നേരം അമ്മ ഈ സ്ഥലത്തൊന്ന് വന്ന് നിന്നാ മതി. കൊച്ചു കുതിരപ്പുറത്താന്ന് തോന്നുന്നു. കുതിര വേണോ? പോണോ കുതിരപ്പുറത്ത്? കുതിരപ്പുറത്ത് പോകണോ? അവിടെ അവർക്ക് അവിടെ പോയി നിന്ന ഒരു കുഴപ്പമില്ല, തുള്ളലോട് തുള്ളല്. ഋതുവിനും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കും. പ്രത്യേകിച്ച് അപ്പുറത്തെ കുട്ടികളുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ അവൾക്കും കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്.